ഹലോ മക്കളെ, റിമാമസ് ആണ്. അപ്പോൾ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് USS എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് കോഴ്സിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ സോഷ്യൽ സയൻസിലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നൊരു ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻസ് എന്താണ്? ഉപജീവന കൃഷിക്ക് കുറഞ്ഞ കൃഷിഭൂമി മതി, ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യത്തിന് വേണ്ട കാർഷിക അസംസ്കൃത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി സമ്മിശ്ര കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു അല്ലെ. ദ ബ്രിട്ടീഷ് പ്രൊമോട്ടഡ് മിക്സഡ് ഫാമിംഗ് ഫോർ ദ അഗ്രികൾച്ചർ റോ മെറ്റീരിയൽസ് വിച്ച് ദേ നീഡ്. അതുപോലെ എന്താണ്? തോട്ടവിളകൾ വിശാലമായ പ്രദേശങ്ങളിൽ വൻതോതിൽ ഉൽപാദനം ചെയ്തു. പ്ലാന്റേഷൻ ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ലാർജ് ഏരിയാസ്. ആൻഡ് ലാസ്റ്റ് എന്താണ്? വാണിജ്യ വിള കൃഷി വ്യവസായത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൾട്ടിവേഷൻ പ്രൊവൈഡ് അഗ്രികൾച്ചർ റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, ഈ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, എന്താണ്? ഇതൊരിക്കലും നമുക്ക് എന്താണ് യോജിക്കുന്നതല്ല അല്ലെ. ബ്രിട്ടീഷുകാർ ഒരിക്കലും എന്താണ് അവരുടെ അസംസ്കൃത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്താണ് മിക്സഡ് ഫാമിങ്ങിനെ അല്ലെങ്കിൽ സമ്മിശ്ര കൃഷിനെ അല്ല പ്രോത്സാഹിപ്പിച്ചത് അല്ലെ. അവർ പ്രോത്സാഹിപ്പിച്ചതിനെയായിരുന്നു പ്ലാന്റേഷൻ ക്രോപ്സ് ആയിരുന്നു, തോട്ടവിളയിനെ ആയിരുന്നു ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ചത്. അപ്പൊ ഏതാണ് തെറ്റായ പ്രസ്താവന? യെസ്, ഇതാണ് തെറ്റായ പ്രസ്താവന. അപ്പൊ ഇതൊക്കെ നമുക്ക് സെറ്റായിട്ട് പഠിക്കണ്ടേടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ എൻ ഗെയിം ബാച്ച് 2.0 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓരോ ചാപ്റ്റേഴ്സിന്റെയും റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 15% ഓഫ് പ്രൈസിൽ നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ 19-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ഒരു ഫ്രീ വെബിനാർ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെ നല്ല റിസൾട്ട് നേടാം, നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഗായ്സ്, കാണാം.